ഹായ്. എല്ലാവർക്കും അറിഞ്ഞിട്ടുണ്ടാവും തോന്നുന്നു. നമ്മൾ ചെറിയ ചെറിയ റീൽസും അതുപോലെ തന്നെ കുറച്ച് വീഡിയോകൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനൊരു ടൂർ പോയിട്ടുണ്ടായിരുന്നു കുറച്ച് ദിവസത്തേക്ക്. ഞാനും ഡാഡിയും മമ്മിയും കൂടിയിട്ട് ഒരു 6-7 കൺട്രി അതിൽ കവർ ചെയ്തിട്ടുണ്ട്. 7 കൺട്രി കവർ ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് സ്ഥലത്ത് എല്ലായിടത്തും പോയിട്ടുണ്ട്. ഓരോ കൺട്രിയിൽ ഒരു ടൂർ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോയത്. സോമൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ കൂടെയാണ് പോയിട്ടുണ്ടായിരുന്നത്. മൊത്തം 40 പേര് ഉണ്ടായിരുന്നു ടൂർ ലീഡറും കൂടിയിട്ട്. നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് എല്ലാവരും ഭയങ്കര ഒരു ഫാമിലി പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. എനിക്ക് തോന്നുന്നത് എനിക്ക് ആ ഒരു ട്രിപ്പ് ഭയങ്കരമായിട്ട് ഒരു ആവശ്യമായിരുന്നു എന്ന് തോന്നുന്നു. കാരണം ഇനി എന്ത് വേണം എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മാർക്കിൻ്റെ അവിടുന്ന് എന്തെഞ്ഞ് വേണ്ട, പ്രത്യേകിച്ചൊന്നും ഇന്നത് വേണമെന്നോ ഒരു ആഗ്രഹമില്ലാത്ത സമയത്ത് ഈ ഒരു ട്രിപ്പ് പോയപ്പോൾ ഇനിയും കുറേ രാജ്യങ്ങൾ കാണാനുണ്ട്. അങ്ങനത്തെ ഒരു മുമ്പൊക്കെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഫാമിലി വേണം, കുട്ടികൾ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം, അവരുടെ പഠിപ്പ്, അങ്ങനെ കുറേ ഞാൻ പ്ലാനൊക്കെ ചെയ്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരു സമയത്ത് ഒരു ആഗ്രഹം ഇല്ലാണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സമയത്തായിരുന്നു ഈ ഒരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ആൾക്കാരോട് അധികം അറ്റാച്ച്മെൻറ്റ് വെക്കാനും ഒരു പേടിയുള്ള സമയമായിരുന്നു. പക്ഷെ ആ 40 പേര് എനിക്കൊരു ഫാമിലി പോലെയാണ് തോന്നിയിട്ടുണ്ടായിരുന്നത്. നല്ല ട്രിപ്പായിരുന്നു. ഇതിൻ്റെ കുറേ ഇപ്പോൾ എനിക്ക് ഇനിയും കുറേ ട്രിപ്പുകൾ നടത്തണമെന്നും കുറേ രാജ്യങ്ങൾ കാണണമെന്നും അതുപോലെ തന്നെ ഓരോ സ്ഥലത്തിൻ്റെ ഭക്ഷണങ്ങൾ ടേസ്റ്റ് ചെയ്യണമെന്നും കുറേ ആഗ്രഹങ്ങൾ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം വിഷ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് ജീവിക്കാൻ ഒരു സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം ഇല്ലാത്ത സമയം ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പം എനിക്ക് എൻ്റെ ബക്കറ്റ് ലിസ്റ്റുകളിൽ എനിക്ക് കുറേ രാജ്യങ്ങൾ ഇനിയും സന്ദർശിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ആ ഒരു നല്ല കാര്യം എൻ്റെ ലൈഫിൽ ഈ ഒരു ടൂർ കൊണ്ട് നടന്നു. അപ്പോൾ ആ ഒരു ടൂറ് നമ്മൾ ഒരു വ്ളോഗായിട്ട് കണ്ടിന്യൂ ചെയ്യാനാണ് വിചാരിക്കണത്. അതായത് നമ്മൾ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് നമ്മൾ ഏതൊക്കെ സ്ഥലത്ത് പോയി, അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളും നമ്മൾ ഓരോ പാർട്ടായിട്ട് ചെറുതായിട്ടിടും. നമ്മൾ ഫുൾ പാർട്ട് ഇടുകയാണെങ്കിൽ 2, 3, 4 മണിക്കൂർ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ അങ്ങനെയല്ല, ഓരോ 7 മിനിറ്റ് പാർട്ടായിട്ടും അതുപോലെ തന്നെ സ്പെഷ്യൽ മൊമെൻറ്റ്സും ഓരോ നമ്മുടെ ഗെസ്റ്റ് ദ പ്ലേസ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളൊക്കെ, ഗെസ്റ്റ് ദ പ്ലേസ് എന്ന് പറഞ്ഞ് നമ്മൾ റീല് ഇടുന്നത് അതൊക്കെ അതിൻ്റെ ഇടയിൽ നടക്കും. അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് ലോസ് ജേണിയുടെ വീഡിയോകളും അതുപോലെ തന്നെ നാർസിസ്റ്റിക് പേഴ്സണാലിറ്റി ഡിസോർഡർ അതും നമ്മൾ കണ്ടിന്യൂ ചെയ്ത് തരുന്ന പാട്ടുകളാണ്. അത് ഇതിൻ്റെ ഇടയിൽ കടന്നു പോകും. അതുപോലെ തന്നെ നമ്മൾ അവിടെ ഉണ്ടായ ഓരോ ഫണ്ടുകളും അതിൻ്റെ ഇടയിൽ കടന്നു പോകും. പക്ഷെ നമ്മൾ വ്ളോഗിൻ്റെ പാട്ട് സ്റ്റാർട്ടിങ് തൊട്ട് നമ്മൾ ട്രിപ്പ് തുടങ്ങിയ സ്റ്റാർട്ടിങ് ഫ്ലൈറ്റ് കയറുന്ന സമയം തൊട്ടിട്ടുള്ള വ്ളോഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണമായിരിക്കും. ഇവിടെ നമ്മൾ ആക്ച്വലി കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന്, നെടുമ്പാശ്ശേരി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്നാണ് നമ്മൾ ഫ്ലൈറ്റ് കയറിയത്. അവിടെ തൊട്ടിട്ട് നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ടിങ്. നമ്മൾ ഈ വീഡിയോ ആണ് നമ്മുടെ വ്ളോഗിൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ്. പിന്നെ ഇടയിൽ നമ്മൾ സ്പെഷ്യൽ മൊമെൻറ്റ്സ് നമ്മൾ എടുത്ത് കാണിക്കണം വേറെ ഉണ്ടായിരിക്കും. മൊത്തം ട്രാവലിങ് അതുപോലെ തന്നെ എല്ലാവരും അതിലുണ്ടായിരിക്കും. കവർ ചെയ്യാൻ പറ്റുന്ന മാക്സിമം കവർ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കാണണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ഇവിടെ പോലെയല്ല, കുറേയൊക്കെ വ്യത്യാസമുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോന്നായിട്ട് പറയുന്നുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മൾ 40 പേരുടെ 39 പേരുടെ ഗ്രൂപ്പും ഒരു ടൂർ ലീഡറും. ടൂർ ലീഡർ അടിപൊളിയായിരുന്നു. ടൂർ ലീഡറിന് വേണ്ടി സ്പെഷ്യൽ ഒരു വീഡിയോ ഇറക്കിയിട്ടുണ്ട്. അതൊക്കെ വരാൻ പോകണുള്ളൂ. പിന്നെന്താ, നല്ല ട്രിപ്പായിരുന്നു. ഇങ്ങനെ ഇത്ര രാജ്യങ്ങളൊക്കെ ഞാൻ പോകുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ സമയത്ത് ചെറുപ്പത്തിൽ തന്നെ പോകാൻ കാരണം എൻ്റെ പാരൻസാണ്. ഈവൻ വയസ്സായിട്ട് പോലും ഇങ്ങനെയൊക്കെ പോകുന്നു ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അത്രേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് കയറുന്ന ഫ്ലൈറ്റ്, നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ നിന്ന് കയറി മസ്കറ്റിൽ ഇറങ്ങി. മസ്കറ്റിലത്തെ ഒരു മസ്കറ്റിൽ എയർപോർട്ടിൽ നിന്നൊരു ഫോട്ടോ ആയിരുന്നു റീലായിട്ട് മുമ്പിട്ടുണ്ടായിരുന്നത്. മസ്കറ്റിൽ നിന്ന് പിന്നെ ഫ്രാൻസിലാണ് നമ്മൾ പോയത്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, ബൈ.
അപ്പോൾ നമ്മൾ മസ്കറ്റ് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. മസ്കറ്റ് എയർപോർട്ടിൽ നിന്ന് കാണുന്ന കാഴ്ചയാണ് ഇതിൽ കാണുന്നത്. നമ്മൾ കൊച്ചി നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് മസ്കറ്റ് എയർപോർട്ടിൽ എത്തി. ഇനി നമ്മൾ ഫ്രാൻസ് ിലേക്കുള്ള ഫ്ലൈറ്റിനെ വെയിറ്റ് ചെയ്യാണ്. ഓക്കെ, മമ്മി